മുഖക്കുരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണയായിട്ട് 12 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നിരുന്നാലും കൗമാരപ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ട് ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് പോലെ കാണുന്നത്. പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് പറയുന്നത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളത് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിന് കാരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ സെബേഷ്യസ് ഗ്രന്ഥികളിൽ സീബം കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുകയും അത് സ്കിന്നിൻ്റെ ഡെഡ് സെൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്കിൻ പോഴ്സ് ബ്ലോക്ക് ആവുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ പിമ്പിൾസ് അഥവാ മുഖക്കുരു ഉണ്ടാവുന്നത്. പലരിലും പല രീതിയിലാണ് ഈ കുരുക്കൾ ഉണ്ടാകുന്നത്. ചിലരിൽ അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടും വൈറ്റ് ഹെഡ്സ് ആയിട്ടും, അല്ലെങ്കിൽ മറ്റു ചിലരിൽ അതിൽ പാപ്യൂൾസ് ആയിട്ടും പസ്റ്റ്യൂൾസ് ആയിട്ടും, മറ്റു ചിലരുകൾ സിസ്റ്റിക് ആക്നെ ആയിട്ടും അല്ലെങ്കിൽ നോഡുലാർ ആക്നെ ആയിട്ടും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് സ്റ്റേജസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത്. മുഖക്കുരുവിന് വേണ്ടി ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. അത് നമ്മൾ പേഷ്യൻസിൻ്റെ സിംറ്റംസും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഈ മരുന്നുകൾ കൊണ്ട് നമ്മൾക്ക് ആ ഒരു സിംറ്റംസിൻ്റെ തീവ്രത കുറയ്ക്കാനും അത് പിന്നീട് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഈ മരുന്നുകളോടൊപ്പം തന്നെ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അത് ഫേസ് ഇടയ്ക്ക് വാഷ് ചെയ്യുക, അത് പൊട്ടിക്കാതിരിക്കുക, ഭക്ഷണം നല്ലോണം ക്രമീകരിക്കുക, ദാറ്റ് ഈസ് മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക, സമയത്തിന് ഉറങ്ങുക, സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരു ഒരുവിധം ഇതിൽ തന്നെ നിയന്ത്രിക്കാനും അത് പിന്നീട് വരാതിരിക്കാനും ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ്.